ഹായ് ഓസ്റ്റിൻ ചേട്ടാ, നമ്മൾ ഈയിടെയൊക്കെ ആയിട്ട് മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചല്ലേ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. നമ്മൾ സ്പിരിറ്റ്, സോൾ, ബോഡി അതിനെക്കുറിച്ച് പഠിച്ചു. സോൾഷ് റെൽമിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ചിന്തിച്ചു. ആമേൻ. അങ്ങനെ അപ്പോൾ ഇത് നമ്മൾ കുറേ നമ്മുടെ വേഴ്സസ് കുറേയൊക്കെ ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നിന്നാണ്. ഇപ്പോൾ ചിലർ പറയും നമ്മളെല്ലാം ഇപ്പം ന്യൂ ടെസ്റ്റ്മെൻറ്റ് ബിലീവേഴ്സ് ആയത് കൊണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് അത്ര റെലവൻ്റ് അല്ല, നമുക്കത് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, അല്ലെ അത് അതങ്ങ് പോയേക്കോ, അതിനെക്കുറിച്ച് ആലോചിക്കണ്ട എന്നൊക്കെ ചിലർ പറയും. ഓസ്റ്റിൻ ചേട്ടൻ്റെ അതിനുള്ള റെസ്പോൺസ് എന്തുവാ? വളരെ നല്ലൊരു ചോദ്യമാണ്. എൻ്റെ റെസ്പോൺസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് നമുക്ക് വേണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിത് തരത്തില്ല. ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ വചനം മുഴുവനെ നമ്മൾ പരിശോധിച്ചാൽ ഇതിൻ്റെ ഒരു 1/4 മാത്രമേ ഉള്ളൂ ന്യൂ ടെസ്റ്റ്മെൻറ്റ്, പിന്നെ 3/4 ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ പല കാര്യങ്ങളും വളരെ ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്, നട്ട്ഷെല്ലിലാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാകുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. അപ്പം ഇതിൻ്റെ വിശദീകരണങ്ങളെല്ലാം കൂടുതൽ കിടക്കുന്നത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലാണ്. പക്ഷെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് നമ്മൾ പഠിക്കുമ്പോൾ അതൊരു കഥയായിട്ട് പഠിച്ചാൽ നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല. അത് നമ്മളുടെ ലൈഫായിട്ട് പഠിക്കണം. പഴയ നിയമം നമ്മൾ ആദ്യം പോലും നമ്മൾ പഠിച്ചാൽ ഇത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ യാത്രയായിട്ട് ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പോലെ, ഇപ്പോൾ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ വിടുവിച്ചു അല്ലേ. അപ്പോൾ അവിടെ നിന്ന് വിടുവിക്കുന്നത് മുതൽ അത് നമ്മുടെ ലൈഫാണ്. നമ്മളും ഒരു സമയത്ത് ഈ ലോകത്തിൻ്റെ അടിമത്തത്തിന് കീഴിലായിരുന്നു, അല്ലെങ്കിൽ ഫറവോൻ്റെ കീഴിലായിരുന്നു. അവിടുന്ന് ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ വിടുവിക്കപ്പെട്ടു. അവർ ചെങ്കടൽ കടന്ന് സഞ്ചരിക്കുന്നത് പോലെ തന്നെ ചെങ്കടലിൽ സ്നാനത്തിനൊരു മുൻകുറിയായിട്ട് നിൽക്കുമ്പോഴേക്കും നമ്മൾ സ്നാനപ്പെട്ടു. പിന്നെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ യാത്ര തുടങ്ങുക അല്ലേ. അപ്പോൾ ചെങ്കടലിൽ കടന്നിട്ട് പിന്നെ യാത്ര ഉണ്ട്, ഇവർക്കൊരു വാഗ്ദത്ത ദേശത്തേക്ക് എത്തണം. അപ്പോൾ പഴയ നിയമത്തിൽ അത് ലിറ്ററലി ഒരു വാഗ്ദത്ത ദേശം, കനാൻ ദേശം എന്ന് കിടക്കുമ്പോഴേക്കും പുതിയ നിയമത്തിൽ നമ്മൾ ക്രിസ്തു എന്ന് തലയോളം വളരുക അല്ലേ. അപ്പോൾ ആ യാത്രയിൽ അവർ ഫേസ് ചെയ്ത എല്ലാ കാര്യങ്ങളും പുതിയ നിയമത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ആ പേരല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവർ പാളയമിറങ്ങുന്ന 7 മരുഭൂമികളുണ്ട്, ഇവർ നേരിടുന്ന 7 മഹാജാതികളുണ്ട്. ഈ ജാതികളെല്ലാം നമ്മൾ നേരിടുന്നുണ്ട്. ഈ സ്ഥലത്തെല്ലാം നമ്മൾ പാളയം ഇറങ്ങുന്നുണ്ട്. ഇറങ്ങി ഇവർ യാത്ര പുറപ്പെടുമ്പോൾ ഇവർക്ക് യുദ്ധമുണ്ട്. യുദ്ധം കഴിയുമ്പോഴേക്കും ദൈവം ഒരു സ്വസ്ഥത കൊടുക്കുന്നുണ്ട്. സ്വസ്ഥത കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും മേഘമുങ്ങും, പിന്നെ അവർ യാത്ര തുടങ്ങും. യാത്ര തുടങ്ങുമ്പോഴേക്കും അടുത്തൊരു ജാതി വരും, അടുത്തൊരു യുദ്ധം വരും. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇത് അതൊരു കഥയായിട്ട് നമ്മൾ പഠിച്ചാൽ നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല, ദൈവത്തെ മനസ്സിലാകത്തില്ല. പക്ഷേ ഇത് നമ്മുടെ യാത്രയായിട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് ഇത് ലൈവായിട്ട് മാറുന്നത്, ഡീറ്റെയിൽ ആയിട്ട്. അതുകൊണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലാണ് കിടക്കുന്നത്. പുതിയ നിയമത്തിൽ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, പല ആളുകളും എടുക്കുന്നൊരു വാക്യമുണ്ട്, നമുക്ക് പഴയ നിയമം വേണ്ട, അല്ലെങ്കിൽ പഴയ നിയമം മാറിപ്പോയി എന്നൊക്കെ പറയുന്ന. കൊരിന്ത്യലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ഞാനത് വായിക്കാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ഉം 15-ഉം ഒക്കെയാണ് നമുക്ക് വായിക്കേണ്ടത്. എന്നാൽ 12 മുതൽ ഞാനൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ കേട്ടോ. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിൻ്റെ അന്ത്യം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു, കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. അപ്പോൾ ഈ വാക്യം എടുത്തിട്ട് പലപ്പോഴും മോശയുടെ ന്യായപ്രമാണം വായിക്കുമ്പോഴേക്കും പഴയ നിയമം വെയിൽ ഒരു മൂടുപടം കിടക്കുന്നു അല്ലേ. ഇപ്പോൾ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോവും. അവിടെ ശ്രദ്ധിക്കണം, നമ്മൾ മൂടുപടം നീങ്ങിപ്പോകുന്ന പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യുമ്പോൾ പഴയ നിയമം വായിക്കുമ്പോഴേക്കും ഒരു മൂടുപടം നിൽക്കുന്നു. പക്ഷെ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ പഴയ നിയമം മാറിപ്പോകുന്നല്ല പറഞ്ഞിരിക്കുന്നത്, മൂടുപടം മാറിപ്പോകും. അപ്പം ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം മാറിപ്പോകും, പഴയ നിയമം മാറിയിട്ടില്ല. പക്ഷെ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പഴയ നിയമം കാണാൻ പറ്റിയാൽ, ദാറ്റ് മേക്ക് ദ ബിഗ് ഡിഫറൻസ്.
അതാണ് അവിടെ പറയുന്നത്. അപ്പം നമ്മളിത് മൂടുപടം മാറിയപ്പോൾ പഴയ നിയമം അല്ല മാറിപ്പോയത്. പഴയ നിയമം നമ്മൾ നിയമമായിട്ടല്ല പഠിക്കേണ്ടത്, ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലാം ഉണ്ട്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളിന്ന് പഴയ നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് അല്ലെങ്കിൽ ലോയിൽ നിന്ന് നമ്മളെ ദൈവം ക്രിസ്തു വിലയ്ക്ക് വാങ്ങി, കർത്താവ് യേശു ക്രിസ്തു മൂലം നമ്മൾ വിലയ്ക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ ലോ അല്ല മാറിപ്പോയിരിക്കുന്നത്. ലോ വന്നത് പുറപ്പാട് പുസ്തകത്തിൽ, പക്ഷെ അതിനു മുമ്പ് ഉൽപ്പത്തി പുസ്തകം നിറയെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, പ്രീസെപ്റ്റ്സ് ഉണ്ട്, കൺസെപ്റ്റ്സ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. 119 സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്കതെല്ലാം മനസ്സിലാവും. അപ്പോൾ ഒരിക്കലും ഒരു കാര്യത്തിൻ്റെ പ്രിൻസിപ്പിൾസ് മാറിപ്പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നിയമം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം അത് നിയമമായിട്ടാണ് കാണുന്നത്, അല്ലേ? അപ്പോൾ എനിക്ക് ചോദ്യത്തിലേക്ക് മറുപടി വരാം. പഴയ നിയമം അപ്പോൾ വേണ്ടെന്നുള്ളതാണോ? പഴയ നിയമം തീർച്ചയായിട്ടും വേണം. എന്നാൽ റിയലായിട്ട് ഇതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ നിയമം പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അതൊന്ന് വായിച്ചേ. 1 Corinthians 3:16. Do you not know that you are the temple of God and that the Spirit of God dwells in you? അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും അറിയുന്നില്ലയോ? പൗലോസ് ആ ഒരു വാക്യം മാത്രമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും അറിയുന്നില്ലയോ? ഓക്കെ, ഇതേ കാര്യം തന്നെ പഴയ നിയമത്തിൽ ഇവരെ കർത്താവ് മോശമുഖാന്തരം, യഹോവ ദൈവം മോശമുഖാന്തരം ഇസ്രായേൽ മക്കളെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. എക്സോഡസ് chapter 25 verse 8. And let them make me a sanctuary that I may dwell among them. Exodus 25:8. 25:8. സോറി, ഞാൻ നിർത്തോട്ടെ. 25-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ നീ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അപ്പോൾ ഇവരെ വിളിച്ചു കൊണ്ടുവന്നു. ദൈവം എന്നിട്ട് എന്തിനാ സമാഗമന കൂടാരം ഉണ്ടാക്കാൻ പറയുന്നത്? ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ, dwell among them. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ പഠിച്ചാൽ മനുഷ്യരോടൊപ്പമുള്ള വാസമാണ്, അല്ലേ? മനുഷ്യന് വേണ്ടുന്ന ഓരോ കാര്യങ്ങളും ദൈവം സൃഷ്ടിച്ചതിന് ശേഷം 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു, അല്ലേ? അപ്പോൾ ഹി ഡിഡ്ന്റ് ലാക്ക് എനിത്തിങ് ആക്ച്വലി. മനുഷ്യന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാ കാര്യങ്ങളും ദൈവം സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. എന്നിട്ട് ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി, ഏദൻ തോട്ടത്തിൽ കൊണ്ടാക്കി തോട്ടത്തിൽ വേല ചെയ്യാനും അതിനെ കാക്കുവാനാക്കി. എന്നാൽ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോഴേക്കും എല്ലാ ദിവസവും വൈകുന്നേരം മനുഷ്യനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ, കൂട്ടായ്മ ആചരിപ്പാൻ, ഫെല്ലോഷിപ്പിന് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തെ നമുക്ക് കാണാം. അതാ ദൈവത്തിൻ്റെ ആഗ്രഹം, അതാ ദൈവത്തിൻ്റെ പർപ്പസ്. മനുഷ്യനോട് ക്രിയേഷൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുമ്പോഴേക്കും ദൈവത്തിന് മനുഷ്യരോടത്ത് വസിക്കുവാനാണ് ആഗ്രഹം, അല്ലേ? അപ്പോൾ പഴയ നിയമത്തിൽ അവിടെ 25-ാം അധ്യായത്തിൽ 8-ാം വാക്യം നമ്മൾ വായിച്ചു, ഞാൻ അവരെ നടുവിൽ വസിക്കുവാൻ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അത് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന് 8-ാം വാക്യമാണ്. ഈ പുറപ്പാട് പുസ്തകം ബാക്കിയുള്ള 15 അധ്യായങ്ങൾ 40-ാം അധ്യായം വരെ എങ്ങനെ ഈ വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ്. അതാ ഞാൻ പറഞ്ഞ പുതിയ നിയമത്തിൽ ഒറ്റ വാക്യമുള്ളൂ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നതെന്ന് അറിയുന്നില്ലയോ? പഴയ നിയമത്തിലാണ് പറയുന്നത്, ഓക്കെ, എനിക്കൊരു നടുവിൽ വസിക്കാൻ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഓക്കെ, നമ്മൾ പഠിച്ചു. സൃഷ്ടിയിൽ 3 ഭാഗങ്ങളുണ്ട് നമ്മൾ പഠിച്ചു, അല്ലേ? നമുക്കൊരു ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. അപ്പം ഇവിടെ ദൈവം മന്ദിരം ഉണ്ടാക്കാൻ പറയുമ്പോഴേക്കും ആ മന്ദിരത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഒരു പ്രാകാരമുണ്ട്, ഒരു വിശുദ്ധ സ്ഥലമുണ്ട്, ഒരു അതിവിശുദ്ധ സ്ഥലമുണ്ട്. ഔട്ടർ കോർട്ട്, ഹോളി പ്ലേസ് ആൻഡ് ദ ഹോളി ഓഫ് ദ ഹോളീസ്. ഓക്കെ, അപ്പം നമ്മുടെ ശരീരത്തിനും ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. എന്തിനാ ഇത് ബിൽഡ് ചെയ്യുന്നത്? ദൈവത്തിന് വസിക്കുവാൻ. അപ്പം ഞാൻ പറഞ്ഞു, വീണ്ടും ജനിച്ചു കഴിയുമ്പോഴേക്കും പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ആത്മാവിൽ വന്ന് വസിക്കുക. പഴയ നിയമത്തിൽ അത് ലിറ്ററൽ ഫിഗറേറ്റീവായിട്ട് ഈ ആലയം പണിയാൻ പറഞ്ഞു. അവിടെ ആലയത്തിനൊരു പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്.
അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിക്കാം. ഞാനത് പണ്ട് ഇതിൻ്റെ ടാബർനാക്കിളിൻ്റെ മോഡൽ വെച്ചത് പഠിപ്പിക്കുമായിരുന്നു. ടാബർനാക്കിലെ ഓരോ കാര്യങ്ങൾ പോലും, ഈവൻ ഇൻക്ലൂഡിങ് ദ ത്രെഡ്, നൂല് പോലും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. ഓരോരോ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. ഇതാണ് ഈ പ്രാകാരമാണ് നമ്മുടെ ദേഹം, വിശുദ്ധ സ്ഥലമാണ് നമ്മുടെ സോൾ ഇസ്രായേൽ, അതിവിശുദ്ധ സ്ഥലമാണ് നമ്മുടെ സ്പിരിറ്റ്. ഓക്കെ, അപ്പോൾ ഈ പ്രാകാരത്തിലുള്ള അനേക കാര്യങ്ങളുണ്ട്. പ്രാകാരത്തിൽ 2 ഉപകരണങ്ങൾ മെയിനായിട്ടുണ്ട്. ഞാനിപ്പോൾ അത് റഫായിട്ട് പറഞ്ഞു പോകാം, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പഠിപ്പിക്കാം കേട്ടോ. പ്രാകാരത്തിൽ നമ്മൾ വരുമ്പോഴേക്കും ഒരു യാഗപീഠമുണ്ട്, പിന്നെ ഒരു താമ്രത്തൊട്ടിയുണ്ട്. ഓക്കെ, ഈ താമ്രത്തൊട്ടിയും യാഗപീഠവും പ്രാകാരത്തിലിരിക്കുന്നത്. പ്രാകാരം ഔട്ടർ കോട്ടിൽ. ഔട്ടർ കോട്ട് ഈസ് എക്സ്പോസ്ഡ് ടു സൺലൈറ്റ്, ജസ്റ്റ് ലൈക്ക് അവർ ബോഡി. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഈ യാഗപീഠത്തിലാണ് സാക്രിഫൈസ് നടക്കുന്നത്, കഴുകൽ നടക്കുന്നത്. ഈ 2 ഉപകരണങ്ങൾ മാത്രമേ പ്രാകാരത്തിലുള്ളൂ. അവിടെ എല്ലാ ജനങ്ങൾക്കും കടന്നു വരാം. ഇതിലേക്ക് കയറാൻ ഒറ്റ വാതിൽ മാത്രമേ ഉള്ളൂ ഈ ആലയത്തിലേക്ക്, അല്ലെങ്കിൽ ഈ സമാഗമന കൂടാരത്തിലേക്ക് പ്രവേശിക്കുവാൻ. അപ്പോൾ ആലയം ആ ഒരു വാതിലേ ഉള്ളൂ, ഏകവാതിലാവുന്ന കർത്താവ് യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. ഓക്കെ, എല്ലാം യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ് ഈ ആലയത്തിലെ എല്ലാ ഉപകരണങ്ങളും. എന്നാൽ അതോടൊപ്പം യേശുക്രിസ്തു ഉള്ളപ്പോൾ തന്നെ നമ്മളും അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. മനസ്സിലായില്ലേ? ആലയത്തിലെ എല്ലാ ഉപകരണങ്ങളിലും യേശുക്രിസ്തു ഉണ്ട്. കാരണം ക്രിസ്തു തല, നമ്മൾ ശരീരം. പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോഴേക്കും. അപ്പോൾ ആ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചാൽ നമുക്കിതെല്ലാം കാണാം. എന്നാൽ പ്രാകാരം കഴിഞ്ഞു വിശുദ്ധ സ്ഥലത്തേക്ക് കയറുമ്പോഴേക്കും, ഹോളി പ്ലേസിലേക്ക് കയറുമ്പോഴേക്കും അവിടെ 3 ഉപകരണങ്ങളുണ്ട്. കാഴ്ചയപ്പത്തിൻ്റെ മേശ എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. അവിടെ 12 അപ്പം പുരോഹിതന്മാർ ദിവസം മാറ്റി വെക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ, ഈ ഓപ്പോസിറ്റ് സൈഡായിട്ട് നിലവിളക്കുണ്ട്, 7 ശാഖകളുള്ള നിലവിളക്ക്. എന്നിട്ട് അതിവിശുദ്ധ സ്ഥലത്തിന് തൊട്ട് മുൻപ്, വിശുദ്ധ സ്ഥലത്തിന് ഏറ്റവും അറ്റത്തായിട്ട് ധൂപപീഠമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അവിടെ സൺലൈറ്റ് ഇല്ല, അത് കവേർഡാണ്. ഓക്കെ, നമ്മുടെ സോളിസ്റ്റലം പുറത്ത് എക്സ്പോസ്ഡ് അല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇതിനകത്ത് ഈ 3 ഉപകരണങ്ങളാണ് ഉള്ളത്. അതിവിശുദ്ധ സ്ഥലത്ത് നിയമപ്പെട്ടകമുണ്ട്. ഓക്കെ, അവിടെ കിരൂബുണ്ട്, അല്ലെങ്കിൽ നിയമപ്പെട്ടകമുണ്ട്. അതിൻ്റെ അകത്ത് 3 അതിനകത്ത് 3 കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. നിയമപ്പെട്ടകത്തിൽ കൽപ്പലകകളുണ്ട്, മണ്ണയിട്ട് വെച്ച പൊൻപാത്രമുണ്ട്, അഹരോന്റെ തളിർത്ത വടിയുണ്ട്. ഇതിനെല്ലാത്തിനും അർത്ഥങ്ങളുണ്ട്. അത് നമ്മുടെ ആത്മാവിനെ കാണിക്കുന്നത്, ഇന്നർ. അപ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുന്നത്, ഹോളി ഓഫ് ദ ഹോളീസിൽ. അപ്പോൾ ഈ മോഡലിലാണ്, ഈ സമാഗമന കൂടാരത്തിൻ്റെ മോഡലിലാണ് ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ പട്ടത്ത സഭകളുടെയും ചർച്ചിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്ക് ഇത് നമ്മളാണ്, അല്ലേ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. അപ്പോൾ പെട്ടെന്ന് ഓടിച്ച ഒരു കാര്യം പറയുകയാണെങ്കിൽ, കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ആദ്യം സംഭവിച്ച കാര്യം എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞു. ആദ്യം സംഭവിച്ചത് ദേവാലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് അടിവരെ ചിന്തിപ്പോയി. അപ്പൊ ഈ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന വലിയൊരു കർട്ടനുണ്ട്. അത് മുകളിൽ നിന്ന് അടിവരെ ചീന്തിപ്പോയി. അത് എബ്രാലേനം എല്ലാം വെച്ച് ഞാൻ പഠിപ്പിക്കാം. അത് കാണിക്കുന്നത് നൗ എവരിബഡി ഹാസ് ആക്സസ് ടു ദ ഹോളി ഓഫ് ദ ഹോളീസ്. ഏത് സമയത്തേക്കും കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ അവൻ നമ്മളോട് പ്രാഗൽഭ്യം കാണിച്ചിരിക്കുന്നു. അവൻ നമുക്കൊരു കൃപ നൽകിയിരിക്കുന്നു. നമുക്ക് കൃപ പ്രാപിക്കേണ്ട ഏത് സമയത്തും കൃപാസനത്തോട് അടുത്തിയല്ല. പഴയ നിയമപ്രകാരം മഹാപുരോഹിതന് ആണ്ടിലൊരിക്കൽ മാത്രമേ അതിവിശുദ്ധ സ്ഥലത്ത് ചെല്ലാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് പാപമോ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് മരിച്ചു പോകും. മരിച്ചു വീണ ആ മൃതദേഹം എടുക്കാൻ പോലും അകത്ത് കയറാൻ ഒരാൾക്കും പറ്റത്തില്ല. അതുകൊണ്ട് ഒരു കയർ അരക്കി കെട്ടി പുറത്തേക്ക് ഇട്ടിരിക്കും ആ മൃതദേഹം. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അരയിൽ താഴെ അതിൽ മണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മണിയടി ശബ്ദം നിന്നാൽ അറിയാം അകത്തുപോയ മഹാപുരോഹിതൻ മരിച്ചു. അനങ്ങുന്നില്ലെങ്കിൽ ആ ബോഡി വലിച്ചെടുക്കാനാണ് ഈ കയർ കെട്ടി ഇങ്ങനെ വിടുന്നത്. അപ്പോൾ അനേക ആത്മീയ സത്യങ്ങളുണ്ട്. അപ്പോൾ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമം പഠിക്കണോ? തീർച്ചയായിട്ടും ഇതെല്ലാം പഠിച്ചാൽ മാത്രമേ ഈ ഉപകരണങ്ങൾ എന്തിനൊക്കെയാണ്, ഇതെല്ലാം നമ്മുടെ അകത്തുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഈ
ഇതെല്ലാം കറക്റ്റായിട്ടൊന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന ലൈഫ് മാറും. ഞാൻ ഒറ്റ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഔട്ടർ കോട്ട് എക്സ്പോസ്ഡാന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ശരീരം എക്സ്പോസ്ഡ്, അവിടെ യാഗം നടക്കുന്നതാണ്. അതുകൊണ്ട് ജീവനുള്ള യാഗമായിട്ട് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള യാഗമായിട്ട് സമർപ്പിക്കുമെന്ന് റോമാലേഖനം 12-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ഔട്ടർ കോട്ടിലാണ് നടക്കുന്നത്. അത് സൺലൈറ്റായിട്ട് എക്സ്പോസ്ഡാണ്. വിശുദ്ധ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ സൺലൈറ്റിൻ്റെ പ്രകാശം ഇല്ല, അല്ലേ? അവിടെയുള്ള പ്രകാശം എന്താ? ലാംപ് സ്റ്റാൻഡ്. അവിടെ 7 നിലവിളക്കുള്ള, അല്ലെങ്കിൽ 7 ശാഖകളുള്ള നിലവിളക്കുണ്ട്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ 7 പ്രവൃത്തികളെ കാണിക്കുന്നത്. ഓക്കെ, അത് യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. യഹോവയുടെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. അപ്പോൾ ഈ നിലവിളക്കിൻ്റെ വെളിച്ചത്തിലാണ് വേറൊരു ഉപകരണമുള്ള ഏതാണെന്ന് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത്? കാഴ്ചയപ്പത്തിൻ്റെ മേശ. ഓക്കെ, അപ്പോൾ അത് കാഴ്ചയപ്പം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ അത് കാണിക്കുന്നത്. അപ്പോൾ ആ വചനം, അപ്പോൾ ഈ നിലവിളക്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് കാണാൻ പറ്റണം. അവിടെ സൺലൈറ്റ് ഇല്ല, വേറെ പ്രകാശമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ വചനം കണ്ടു കഴിയുമ്പോൾ പിന്നെയുള്ള ഒരു ഒറ്റ ഉപകരണം ഏതാ? ധൂപപീഠം. അത് നമ്മൾ പ്രാർത്ഥനയാണ് കാണിക്കുന്നത്. ഇതിനെല്ലാത്തിനും വചനത്തിൽ അടിസ്ഥാനമുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെളിപ്പാട് പുസ്തകത്തിലെല്ലാം പറയുന്നുണ്ട് ധൂപപീഠം നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ബിഗ് സബ്ജക്റ്റാണ്. നമ്മൾ ഈ വെളിച്ചത്തിൽ പ്രാർത്ഥനയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് സോ സിമ്പിൾ. കാരണം നമ്മളിങ്ങനെ നമ്മുടെ വാഗ്വൈഭവം കൊണ്ട് ഒത്തിരി പ്രാർത്ഥിക്കേണ്ടെന്നുള്ളതല്ല, എന്നാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ വചനം കണ്ടിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇറ്റ് വിൽ വർക്ക്. അതുകൊണ്ടാണ് എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കണം, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കണം കിട്ടും. അപ്പോൾ സോളിഡ് സ്ഥലത്തിൽ ഇല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്തുള്ള കാഴ്ചയപ്പത്തിൻ്റെ മേശ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കാണുമ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനയിൽ കാര്യങ്ങൾ നടക്കും. പക്ഷേ ഇവിടെയും പലർക്കും കൺഫ്യൂഷൻ വരും. പലരും ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ പ്രെയർ വെച്ചാണ് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ അവർക്കുണ്ടായിരുന്ന പദവിയല്ല പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അവർ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും പുതിയ നിയമത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന പദവി സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ. അപ്പനും മക്കളും ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സോ വി ഹാവ് ദാറ്റ് പ്രിവിലേജ് ടു കം അപ്രോച്ച് ഗാഡ് ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ്. മനസ്സിലായില്ലേ? അപ്പോൾ പഴയ നിയമം പഠിക്കണോ? തീർച്ചയായിട്ടും പഠിക്കണം. തീർച്ചയായിട്ടും പഠിച്ചാൽ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇറ്റ് മേക്സ് സെൻസ്. നമുക്കിത് കൂടുതലായിട്ട് മനസ്സിലാകുകയും ചെയ്യും. കാരണം ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ അത് മാറിപ്പോകുന്നത്, മൂടുപടം മാറി, പക്ഷേ പഴയ നിയമം മാറിയിട്ടില്ല. പഴയ നിയമം നമുക്ക് കാണേണ്ടതുപോലെ നമുക്ക് കാണാൻ പറ്റും. എല്ലാ പേജിലും നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ കാണുമ്പോഴാണ് ഈ വചനത്തിൻ്റെ ആ ഒരു റെവലേഷന് നമുക്ക് വെളിപ്പാട് നമുക്ക് കിട്ടുന്നത്. വചനത്തിൽ അനേക കാര്യങ്ങൾ, സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനെല്ലാം സാധിക്കും. ഒരു ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഈ ഉപകരണങ്ങളൊക്കെ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അനേക കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ പഴയ നിയമം പഠിക്കണമെന്നുള്ളത്? മനസ്സിലായി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.